ഇന്ന് ഞങ്ങളുടെ സോപ്പ് പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു നാളെ. അപ്പോൾ ഞാൻ പ്രീതിയെയും വിളിച്ച് ഞങ്ങൾ സോപ്പിൻ്റെ സ്റ്റിക്കർ നമ്മൾ പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ സോപ്പിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കല്യാണമാണ് പ്രീതിയുടെ ഞായറാഴ്ച. പക്ഷേ അതിനിടയിലും അവൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് സോപ്പിൻ്റെ ആ ഒരു പ്രിൻ്റൊക്കെ ഒന്ന് അതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കുവാണ്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആയുർവേദ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ടേമറിക്, മഞ്ഞളും മഞ്ചിഷ്ടയും അതുപോലെ തന്നെ ചെറുപയർ പൊടി, തേന്, ആൽമണ്ട് ഓയിൽ, അങ്ങനെയുള്ള ഒരുപാട് ചന്ദനം, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സ്, ആയുർവേദിക് പ്രോഡക്ട്സ് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോപ്പ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു സോപ്പ് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലേക്കാണ് പോകുന്നത് കേട്ടോ. മധ്യപ്രദേശിൽ എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് മധ്യപ്രദേശിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഒരു ലേബലെങ്കിലും വേണ്ടേ, ഇപ്പോൾ എൻ്റെ സോപ്പാണെന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഓടിപ്പോയിട്ട് സ്റ്റിക്കറൊക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്തത്. ഞാൻ ഇവർക്ക് സാമ്പിൾസ് കൊടുത്തായിരുന്നു. അപ്പോൾ അവർക്കത് യൂസ് ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഗ്ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത്യാവശ്യം ഷൈനിങ് ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ ലാസ്റ്റ് ഒരു 1.5 മാസമായിട്ട് ഈ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്കിന്നിനൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് അവർ തന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ള മിനുക്ക് പണിയിലാണ്. അപ്പോൾ പ്രീതി ഇങ്ങനെ ഓരോന്നെടുത്തിട്ട് സ്റ്റിക്കറൊക്കെ കാണിക്കും. അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഓരോ സന്തോഷങ്ങളിലും അവളുമുണ്ട്. അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞ് അവൾ പോവാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് കുറച്ച് ദൂരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവൾക്കിനിയിപ്പോൾ കണ്ണൂരായിരിക്കും സ്റ്റേഷൻ കിട്ടുന്നത്. കാരണം അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് മെസ്സേജാണ്. അപ്പോൾ അവൻ കണ്ണൂരാണ്. അപ്പോൾ കണ്ണൂരായിരിക്കും. കണ്ണൂർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടാവുള്ളൂ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അവൾ സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ഏകദേശം മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ സോപ്പൊക്കെ സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളിതിൽ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യും, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഒക്കെയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത്രയും സോപ്സാണ് നമ്മൾ മധ്യപ്രദേശിലേക്ക് അയക്കാൻ പോകുന്നത്. അപ്പോൾ ബൈ.